ബ്രൈറ്റർ ബ്യൂട്ടിഫുൾ സ്കിൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഫോളോ ചെയ്യണ സ്കിൻ കെയറോ അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സോ എടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാനും നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കി അല്ലെങ്കിൽ വീട്ടിലുള്ള ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാൻ കേട്ടോ. എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് അവർ ഫോളോ ചെയ്യണത് അതേപോലെ ചെയ്തിട്ടൊന്നും കാര്യമില്ല, റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ് കോസസ് സ്കിന്നിൽ ഡൾനെസ് ഒക്കെ ഉണ്ടാവാനും എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, കുറച്ച് നാച്ചുറൽ റെമഡീസും കാര്യങ്ങളൊക്കെയാണ്. ഒട്ടും കോസ്റ്റ്ലി അല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സോ ഐ എം ന്യൂട്രീഷനിസ്റ്റ് ആർദ്ര. ടു മൈ ചാനൽ ദ ബ്യൂട്ടി ബീസ്റ്റ്. ഇന്നത്തെ വീഡിയോയും സ്കിൻ കെയറിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ വീഡിയോയിൽ 4 സെഗ്മെൻറ്റ്സ് ആണ്. ഇതിനകത്ത് ഓരോ നിങ്ങളുടെ സ്കിന്നിലുള്ള എന്താണ് ഇതിൻ്റെ കോസസ്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആവാനും ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടി, സ്കിന്ന് മാത്രമല്ല ഹെയർ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയർ ഫോളൊക്കെ മാറി നന്നായിട്ട് ഗ്രോത്ത് ഒക്കെ വരാനും നല്ല ക്ലിയർ സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തതെന്ന് വെച്ചാൽ പൊല്യൂഷൻ, രണ്ടാമത്തത് സ്ട്രെസ്സ്, മൂന്നാമത്തെന്ന് വെച്ചാൽ പുവർ സ്കിൻ കെയർ റൂട്ടീൻ. ഈ പൊല്യൂഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പം നന്നായിട്ട് ഡേർട്ടും അതേപോലെ സ്മോക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, വെയിലൊക്കെ കൊള്ളും, പൊടിയൊക്കെ അടിക്കും. അപ്പം ഈ ഒരു ടൈമിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാണ്, ഫ്രീ റാഡിക്കൽ ഡാമേജ് സംഭവിക്കുകയാണ്. പൊല്യൂഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. രണ്ടാമത്തെന്ന് വെച്ചാൽ സ്ട്രെസ് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചിലപ്പോൾ ഇൻഫ്ലമേഷൻ വരും, നല്ല നീരൊക്കെ വെച്ചു, മുഖമൊക്കെ നല്ല പെട്ടെന്നായിരിക്കും. ശരീരം ഒട്ടും അധികം വണ്ണം ഉണ്ടാവില്ല, പക്ഷെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ ചീർത്തിരിക്കും. നോർമൽ ചബി ആ ഇതല്ല, പെട്ടെന്ന് നമ്മൾ നീര് വെച്ച പോലെയൊക്കെ തോന്നും. ആൾക്കാർ ചോദിക്കാറുണ്ട്. അത് നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ, അതായത് നമ്മളിപ്പം ഒരുപാട് വിഷമങ്ങൾ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതും ആവാം കേട്ടോ. നിങ്ങളുടെ എന്ത് സ്ട്രെസ് ആണെങ്കിലും അത് നിങ്ങളുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല, കരയണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെയൊക്കെ നല്ല വീർത്തിരിക്കണ പോലെ തോന്നും, ഫേസിലൊക്കെ പെട്ടെന്ന് വണ്ണം വെച്ച പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഓരോ സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാകുമ്പോഴും നമ്മുടെ സ്കിന്നിനെ അത് എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാൻ തുടങ്ങും. ചിലപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരുന്നത് കാണാം. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പെട്ടെന്നായിരിക്കും വരും. നല്ല സ്കിന്നായിരിക്കും, പെട്ടെന്ന് ഓരോ ഇത് വരും. അപ്പോൾ നമ്മൾ ഈ ടെൻഷനൊക്കെ ഒന്ന് കുറച്ചിട്ട് സ്ട്രെസ്സൊക്കെ ഒന്ന് മാക്സിമം കുറയ്ക്കാൻ നന്നായിട്ട് ഉറങ്ങുക. ഉറക്കമാണ് ബെസ്റ്റ് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എപ്പോൾ സ്ട്രെസ്സ് തോന്നുന്നുണ്ടോ അപ്പം നന്നായിട്ട് കിടന്നുറങ്ങുക. നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. ആ ടൈമിൽ നിങ്ങൾ വെയിറ്റ് കൂടുന്നോ ഒന്നും നോക്കണ്ട, ഇഷ്ടപ്പെട്ട ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, നല്ലോണം കിടന്നുറങ്ങുക. സ്ട്രെസ്സൊക്കെ പോവും, കുറയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത ആരല്ലേ ഉള്ളത്? എനിക്കുണ്ട്. മൂന്നാമത്തത് പുവർ സ്കിൻ കെയർ റൂട്ടീൻ. അതായത് നമ്മൾ കുറേ പേര് ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യണില്ല. ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാത്തവരുണ്ട്, മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തവരുണ്ട്, സൺസ്ക്രീൻ ഇന്ന മര്യാദയ്ക്ക് മീൻസ് വാഷ് പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. രാവിലെ ഇറങ്ങിയിട്ട് രാത്രിയും ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുള്ളൂ, നമ്മളൊരു ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാതെ അങ്ങനെ തന്നെ കിടക്കും. അപ്പം അങ്ങനെ എന്താവും, ഈ ഡേർട്ടൊക്കെ ബിൽഡപ്പ് ആവട്ടോ, ഡേർട്ടും ഓയിലും ഡെഡ് സ്കിൻസ് എല്ലാം ബിൽഡപ്പ് ആയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരും. അത് കൂടുതലും നമ്മൾ പുവർ സ്കിൻ കെയർ റൂട്ടീനും ഒരു കാരണമാണ് കേട്ടോ. ഇങ്ങനെ പിമ്പിൾസ് വരാനും ബ്ലാക്ക് സ്പോട്ട് മെലാസ്മയൊക്കെ വരാൻ കേട്ടോ, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ. അപ്പം അതാണ് ഈ ഒരു പുവർ സ്കിൻ കെയർ കൊണ്ട് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഫോർ സ്കിൻ ബ്രൈറ്റനിങ്. 3 നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്കിൻ കെയറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ഒരു 3 കാര്യങ്ങൾ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, പിമ്പിൾ, അതേപോലെ തന്നെ ടാൻ ഒക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്പർ 1 എന്ന് വെച്ചാൽ ടർമറിക്കാണ്. ടെർമറിക്കിനകത്ത് കുർക്യുമിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുർക്യുമിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഒരുപാട് ഇൻഫ്ലമേഷൻ മാറാനും സ്കിന്നിലുണ്ടാവുന്ന ടാനൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. അപ്പം വയറ്റിലുള്ള ടോക്സിൻസ് ഒക്കെ കളയാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ടെർമറിക്ക് ഉള്ളിലേക്ക് കഴിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്പർ 2 എന്ന് വെച്ചാൽ സാഫ്രോൺ.
സാഫ്രോൺ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, പക്ഷെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പം ഒരു തരി നമ്മളിപ്പം മുമ്പൊക്കെ ഈ ടർമറിക് മിൽക്കൊക്കെ കുടിക്കില്ലേ ഗർഭിണികൾ, മാത്രമല്ല ഇപ്പം നമ്മളെല്ലാവരും കുടിക്കുമ്പോൾ നല്ലതാണ്. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. സ്കിൻ കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും എൻ്റെ പിമ്പിൾസൊക്കെ കുറേ. ഇപ്പോൾ ഈ പിമ്പിൾസ് എന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടാവും കേട്ടോ, അതാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ അത് പോവുകയും ചെയ്യും. ഈ ടൈമിലൊക്കെ നമ്മൾ പീരീഡ്സിൻ്റെ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാഫ്രോൺ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സാഫ്രോൺ നല്ലൊരു ഹെർബാണ് നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ. ഉള്ളിലോട്ട് കഴിക്കുന്നതും ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതും സാഫ്രോൺ മിൽക്കിലിട്ട് കുടിക്കാം. സാഫ്രോൺ അതേപോലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് നല്ലതാണ്. കുറച്ച് പിഞ്ച് ഒരു 2-3 അതിൻ്റെ സാഫ്രോണിൻ്റെ ഇത് എടുത്തിട്ട് ത്രെഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം തലേ ദിവസം ഇട്ട് വയ്ക്കണം, ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കുക. അങ്ങനെ തന്നെ സാഫ്രോണും അത് സ്കിന്ന് ഒരുപാട് ക്ലിയർ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസൊക്കെ കളയാനും സ്കിന്നിലെ ടോക്സിൻസൊക്കെ വയറ്റിലെ ടോക്സിൻസൊക്കെ കളയാനും ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെർബാണ് സാഫ്രോൺ. അപ്പം മൂന്നാമത്തേന്ന് വെച്ചാൽ നീം, വേപ്പ് ആര്യവേപ്പിലൊക്കെ കേട്ടിട്ടില്ലേ, അത് നമ്മളെല്ലാ വീടുകളും ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെല്ലായിടത്തിലും. അപ്പം ഈ ഒരു വേപ്പ് നിങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് കഴിക്കണം നല്ലതാണ്. വേപ്പ് കൊണ്ട് വേപ്പിൻ്റെ തോരൻ വയ്ക്കും. ബംഗാളി റെസിപ്പീസ് ഉണ്ട് ഒരുപാട്. കുറച്ച് നമ്മൾ ഈ കൈപ്പയ്ക്കൊക്കെ പോലെ ഇരിക്കും, നല്ലതാണ് അങ്ങനെ തന്നെ. പിന്നെ അത് അവർ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, ചട്നിയൊക്കെ. പിന്നെ ഫുഡിൽ കറിയിലൊക്കെ അവർ ചേർക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ തോരൻ ഇഷ്ടമാണ് കേട്ടോ. ഈ വേപ്പിൻ്റെ നല്ല ടേസ്റ്റാണ്, അത് കഴിക്കണമെന്ന് നല്ലതാണ്. അതുപോലെ ഫേസ് പാക്കായിട്ട് ഇടുന്നതും നല്ലതാണ്. കാരണം ഈ 3 സാധനങ്ങളും ഞാൻ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. വിറ്റമിൻ സി, അങ്ങനെ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിനകത്ത് ന്യൂട്രിയൻസ് പാക്ഡാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഇതുണ്ട്. സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നതാണ്. ഈ 3 പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ നിങ്ങളിത് 3 ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലുള്ളത്. നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യണം, അങ്ങനെയും ബെസ്റ്റാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നാച്ചുറൽ റെമഡീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അത് പറയുന്നത്. അല്ലാത്തവർക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. കോസ്റ്റ്ലി ആയിരിക്കാം, പക്ഷേ എന്നാലും റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന റെമഡീസും കുറച്ച് സമയം എടുക്കും. ഒരു 6 മന്ത് അല്ലെങ്കിൽ ഒരു 3 to 6 നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും ഓരോരുത്തരുടെ ഫുഡ് ഹാബിറ്റ്സിൻ്റെ ലൈഫ് സ്റ്റൈലിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്താ, സ്കിൻ കെയർ റൂട്ടീൻ ഫോർ ബ്രൈറ്റർ സ്കിൻ. യെസ്, ഈ സെഗ്മെൻറ്റ് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തൊക്കെ സ്റ്റെപ്സാണ് നന്നായിട്ടാണ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. നമ്മൾ CTM എന്ന് പറയും, ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ. CTM മാത്രമല്ല, പ്ലസ് ഒരു എസ്സും കൂടെ ഉണ്ട്, സൺസ്ക്രീൻ. അതുപോലെ വേറൊരു എസ്സും കൂടി സീറം, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഒന്നും വേണ്ട, പോട്ടെ. സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഒരു നല്ലൊരു മൈൽഡ് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ശ്രദ്ധിക്കുക. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഇത് ക്ലെൻസറും ഫേസ് വാഷും. എൻ്റെ ഫേസ് വാഷ് ആയിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഫേസ് വാഷ് ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഒരു ഫേസ് വാഷ്. അതും ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ലൈറ്റ് ക്ലെൻസർ യൂസ് ചെയ്യാൻ. ആദ്യം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അത് രാവിലെയും വേണം, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം. 2 നേരം ചെയ്യണം കേട്ടോ. അപ്പം ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത്. സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിൻ്റെ കൺസേൺസ് അനുസരിച്ചിട്ട് വേണം സിറം ഉപയോഗിക്കാൻ കേട്ടോ. ഇപ്പം വിറ്റാമിൻ സി സിറം എന്ന് പറയുമ്പം എല്ലാ ഏജിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇതുപോലെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് തരുന്നതാണ്. അതേപോലെ തന്നെ സ്കിന്നിൻ്റെ പൊല്യൂഷനൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പകൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് ഹീറ്റാവും കേട്ടോ. സ്കിൻ നല്ല ചൂടായിട്ട് ടാൻ അടിക്കാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ വീട്ടമ്മമാർക്ക്. അപ്പം ഞാനാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യണ ആളാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ടാൻ അടിക്കാൻ കാരണം അതാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല കുറവുണ്ട്. അതുപോലെ റെറ്റിനോള് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം റെറ്റിനോള്, നിങ്ങൾ 25 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ റെറ്റിനോളിൻ്റെ സിറോ അല്ലെങ്കിൽ റെറ്റിനോൾ ക്രീം, ഞാൻ യൂസ് ചെയ്യുന്നത് റെറ്റിനോൾ ക്രീമാണ് കേട്ടോ, അത് യൂസ് ചെയ്യാം. അതുപോലെ ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യാം. ഗ്ലൈക്കോലിക് ആസിഡ് ക്രീമുണ്ട്, കോജിക് ആസിഡ് ക്രീമുണ്ട്, ഇതിൻ്റെ സിറമോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഈ ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ പറയുന്നതിലെല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം
ഈ ഒരു നല്ലൊരു സ്കിൻ കെയർ നിങ്ങൾക്ക് പറ്റിയൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യാണ്ടിരിക്കരുത്. എന്നാലേ നമുക്ക് സ്കിന്നൊരു ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി ഈസ് കീ ടു സീയിങ് റിസൾട്ട്. അത് മനസ്സിലാക്കുക. അല്ലാതെ പകുതി വെച്ച് നിർത്തിയിട്ട് എനിക്ക് റിസൾട്ട് വന്നില്ല അങ്ങനെ വരില്ല കേട്ടോ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള അത് താല്പര്യം ഇല്ലെങ്കിൽ, വെറുതെ പൈസ കളയാൻ ഇഷ്ടമല്ലാത്തവരുണ്ടാവും, നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ അധികം ഓവർ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നല്ല ഉപയോഗിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കലുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിലാണല്ലോ കാര്യം. ഒരുപാട് പ്രൈസ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ല, യൂസ് ചെയ്യാം. അപ്പോൾ 4ാമത്തെ സെഗ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഫോർ ബ്രൈറ്റർ സ്കിൻ. അതെ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും സ്കിൻ കെയർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഹൈഡ്രേഷൻ, ഡയറ്റ്, സ്ലീപ്പ്, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഹൈഡ്രേഷൻ, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഒരു 12 ഗ്ലാസ് വെള്ളം നിർബന്ധമാണ്. എൻ്റെ സ്കിന്നിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പം ഞാൻ വീണ്ടും വെള്ളം കൂടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡള്ളാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടണം. അതിനകത്ത് മധുരമൊന്നും ഇട്ടിട്ടല്ല കേട്ടോ. പ്യുവർ വാട്ടർ കുടിച്ചാൽ, അപ്പോൾ ഫ്രൂട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാം. വാട്ടർ മെലണൊക്കെ പോലത്തത്, പിന്നെ കുക്കുംബർ അങ്ങനെയൊക്കെ കഴിക്കാം. ഗ്രേപ്സൊക്കെ, ഓറഞ്ച്, മുസമ്പിയൊക്കെ. അപ്പോൾ അതിനകത്തും വെള്ളമുണ്ട്. അങ്ങനെയും വെള്ളം എത്തും. മാക്സിമം പ്യുവർ വാട്ടർ ഒരു 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. നന്നായിട്ട് സ്കിൻ ക്ലിയർ. അപ്പോൾ നന്നായിട്ട് ഫ്രൈഡ് ഫുഡൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഞാനും കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ കൊതി വരുമ്പോൾ. അപ്പോൾ ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഓവറായിട്ട് കഴിക്കുന്നത് ലിമിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് മാസത്തിലൊരിക്കോ 2 തവണയൊക്കെ കഴിക്കാം. പിന്നെ കൂടുതലും മീൻ കഴിക്കാം. നന്നായിട്ട് നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും, സ്പിനാച്ച്, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാം. ഇലക്കറികൾ കഴിക്കാം. ചീരയൊക്കെ പോലെ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ സ്ട്രെസ്സ്, അത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയ്ക്കുക. നന്നായിട്ട് ഉറക്കം കളയരുത്. ഉറങ്ങാണ്ടിരിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, ടാനൊക്കെ അടിച്ച് ഡള്ളാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ്സ് കുറയ്ക്കുക, വെള്ളം കുടിക്കുക, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ബിരിയാണിയൊക്കെ കഴിക്കാം. നമ്മൾ പുറത്തുനിന്ന് അല്ലാണ്ട് വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കാം കേട്ടോ. നല്ല നെയ്യ് വെച്ചിട്ടൊക്കെ, ഡാൽഡ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ട്. കോക്കനട്ട് ഓയിൽ കുഴപ്പമില്ല, ഹെൽത്തിയാണ്. സ്കിൻ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കോക്കനട്ട് ഓയിൽ. ഒലീവ് ഓയിൽ എടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം. ഷുഗർ വരുന്നു പേടിക്കേണ്ട. ഷുഗർ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആ റിഫൈൻഡ് ഷുഗർ, വൈറ്റ് ഷുഗർ ഉണ്ടല്ലോ, അതാണ്. മൈദ, അതൊക്കെ കട്ട് ചെയ്യാം. ഈ ചപ്പാത്തി കുഴപ്പമില്ല, ചോറും കുഴപ്പമില്ല. ചോറ് ആവശ്യമാണ് നല്ല സ്കിൻ അച്ചീവ് ചെയ്യാൻ. വിറ്റമിൻ ബി അതിനകത്തുണ്ട്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചോറിൽ നിന്നാണ് കിട്ടുന്നത്, ഫോളിക് ആസിഡൊക്കെ. അപ്പം ചോറ് കൂടുതലും മട്ടച്ചോറ് കഴിക്കണതാണ് നല്ലത്. കാരണം തവിട് കൂടുതലുള്ളത് ഒക്കെ കഴിക്കാം. അത് ചോറ് ഒഴിവാക്കി റാഗി കഴിക്കണം, ചപ്പാത്തി കഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന അളവിലാണ് കാര്യം. ഒരുപാട് കഴിക്കാതെ ആവശ്യമുള്ളത് മാത്രം കഴിക്കാം. അപ്പം അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് നിങ്ങൾക്ക് കൊതി തോന്നുമ്പോൾ മാത്രം കഴിക്കാനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതും മെയിൻ ഒരു റീസണാണ് സ്കിൻ ഡള്ളാവാനും നമ്മുടെ സ്കിന്നൊക്കെ ടാൻ അടിക്കാനൊക്കെ. നമ്മൾ വിചാരിക്കും നമ്മൾ പുറത്ത് പോയി വെയിൽ കൊണ്ടാൽ മാത്രമേ ടാൻ അടിക്കും. അല്ല കേട്ടോ, ഇതൊക്കെ അതിനൊരു റീസണാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സെഗ്മെൻറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.